നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. തന്റെ മുറിയിൽ അവൾ ഉറങ്ങുന്നു നോക്കിയിരിക്കുകയാണ് ഇന്ദ്രൻ. കിടക്കയിൽ കിടക്കുന്നവിടെ ഒന്നും അറിയാതെയുള്ള കിടപ്പ് അവനെ കാത്തിരിപ്പിന്റെ മുഷ്ടിലെന്തെന്ന് വ്യക്തമായി തന്നെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ കണ്ണുകൾ അവളുടെ ആ സുന്ദരവദനമാകെ ഒന്ന് തഴുകി തലോടി. ഒരു പുതപ്പിന്റെ ആവരണം മാത്രമേ ആ തൂമേനിയിൽ അവശേഷിക്കുന്നുള്ളൂ. എങ്ങനെയാണ് അവളെ കണ്ടുകിട്ടിയത്? അതേ കോലത്തിൽ തന്നെയാണ് ആ ശരീരം ഇപ്പോഴും ഉള്ളത്. ഈ നേരം കൊണ്ട് അവൾ എത്രമാത്രം ഭയന്നു പോയി കാണുമെന്ന് അവന് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ശ്വാസ താളത്തിന്റെ ആ ലാളിത്യമായ സംഗീതം മുറിയിലെ ഭാരമുള്ള നിശബ്ദതയെ തകർത്തുകൊണ്ടിരുന്നു. അവളുടെ അധരങ്ങളിൽ അറിയുന്ന ആ ചെറുവിറയലുകൾ പോലും ഒരു നാൾ അവൾ പറഞ്ഞു പോവാനിരിക്കുന്ന കഥകളുടെ സൂചനയായി അവന്റെ ഹൃദയത്തിൽ അലയൊലികൾ സൃഷ്ടിച്ചു. ആവർത്തിച്ചു നോക്കുമ്പോൾ അവളുടെ ഉറക്കത്തിൽ പതിഞ്ഞിരുന്നത് വെറും ക്ഷീണമല്ല, ഭയവും കണ്ണീരും ചേർന്ന ഒരു രഹസ്യമായിരുന്നു. അവളുടെ സ്വപ്നങ്ങളിൽ പോലും ഇന്നലത്തെ സംഭവങ്ങൾ പിന്തുടർന്ന് വന്നിരിക്കുമോ എന്ന് ചിന്തിച്ചപ്പോൾ ഇന്ദ്രന്റെ ഹൃദയം ഒന്ന് വിങ്ങിപ്പോയി. അവളുടെ സ്വപ്നങ്ങളിൽ കടന്നു എന്ന് അവളിലേക്ക് ആശ്വാസം പകരാൻ അവന്റെ മനം തുടികൊട്ടി. അവളുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങൾക്കും വേദനകൾക്കുമുള്ള മരുന്നായി താൻ മാറണമെന്ന തോന്നൽ അവനിൽ കുളിര് പടർത്തിക്കൊണ്ടിരുന്നു. തൽഫലമായി അവന്റെ കൈകൾ മുന്നോട്ട് നീണ്ടുവന്നുവെങ്കിലും തന്റെ ഒരു ചെറു സ്പർശം പോലെ അവളെ ഉണർത്താൻ കാരണമായേക്കുമോ എന്ന ചിന്തയിൽ ആ വീണ്ടും പിന്നോട്ട് വലിഞ്ഞു. അവളെ സുരക്ഷിതമായി തന്റെ മുൻപിൽ കണ്ടപ്പോഴാണ് അതുവരെ ആർത്തലച്ചുകൊണ്ടിരുന്ന അവനുള്ളിലെ കൊടുങ്കാറ്റുകൾ കുറച്ചെങ്കിലും ഒന്ന് ശമിച്ചത്. അവളെ ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന പ്രതിജ്ഞ ആ ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മുഖത്തോട് നോക്കിയിരുന്നപ്പോഴാണ് അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടത്. അവൾക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭയങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് അവൾ വീണ്ടും ചിരിക്കാൻ ആരംഭിക്കുന്ന ദിനം വരെയും തന്റെ സ്നേഹം ഒരു കവചമാക്കി അവൾക്കായി നിന്നുകൊണ്ടിരിക്കാമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. പുറത്ത് രാത്രിയുടെ ഇരുട്ട് പതുക്കെ പുലരിയുടെ പ്രകാശത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്തിന്റെ അരികിൽ പിറന്നൊരു മങ്ങിയ വെളിച്ചം അവന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിലും ഒരു ദിവസം ഈ ഇരുട്ടിന് പകരം വെളിച്ചം വരുമെന്ന് ഉറപ്പ് അവന്റെ നെഞ്ചിൽ ഉറച്ചിരുന്നു. ഓരോന്നും ഓർത്തുകൊണ്ട് അവളങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ആ അടഞ്ഞ കൺപോളകളുടെ ചലനം അവന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത്. വേഗത്തിലുള്ള അവയുടെ ചലനത്തോടൊപ്പം അവളുടെ നെറ്റിൽ ചുളിവുകളും പ്രത്യക്ഷപ്പെട്ടു. ആ ഇളം ചുവപ്പുള്ള അധരങ്ങൾ പരസ്പരം എന്തൊക്കെയോ സന്ദേശങ്ങളെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുന്ന കൂടി കണ്ടതോടെ ഇന്ദ്രൻ വേഗം തന്നെ അവൾക്ക് ഇരുവശം കൈകുത്തിക്കൊണ്ട് അവളുടെ മുഖത്തിന് നേരെ തന്നെ മുഖം അടുപ്പിച്ചു. അതിനടുത്ത നിമിഷം തന്നെ അവൾ ഞെട്ടി തന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ടിരുന്നു. തന്റെ തൊട്ടുമുന്നിൽ കാണുന്ന അവന്റെ മുഖം കണ്ടതും അവൾക്കുള്ള അവൾ പോലും അറിയാത്തവണ്ണം ആ ശ്വാസത്തിന്റെ തണലിലേക്ക് ഒതുങ്ങി തുടങ്ങിയിരുന്നു. അവളുടെ പതുങ്ങിയുള്ള ശബ്ദം അവനെ തേടിയെത്തി. അവനൊന്ന് മൂളുന്നതിനൊപ്പം തന്റെ വലതു കൈ അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചു. മോളെവിടെ ഇന്ദ്രേട്ടാ? തന്നെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നവളെ കണ്ടതും ഇന്ദ്രന്റെ കൈകൾ അവൾ അതിനെ സമ്മതിക്കാതെ വീണ്ടും ആ കിടക്കയിലേക്ക് ചേർത്ത് അമർത്തിക്കൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് തന്റെ അധരങ്ങൾ ഒട്ടിച്ച് ചേർത്തിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞെങ്കിലും കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. അവളുടെ വലതു കൈ അവന്റെ പുറം തലമുടിയിൽ അമർന്നതിനൊപ്പം അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയിരുന്നു. ആ നിമിഷത്തിന്റെ ഭംഗിയെ നശിപ്പിച്ചവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവന്റെ അധരങ്ങൾ വീണ്ടും അവളുടേതിനെ ഒപ്പിയെടുക്കാൻ ഒരുങ്ങിയതും അവന്റെ മുടിയിൽ കൊരുത്തിരിക്കുന്ന തന്റെ കൈയുടെ പിടുത്തം അവളൊന്ന് മുറുക്കി. തന്റെ നീക്കത്തെ തടഞ്ഞിർത്തുന്നവളറിയെ അവൻ അവളെ ഒന്ന് ചെറഞ്ഞു നോക്കി. മോളെവിടെ ഇന്ദ്രേട്ടാ? അവൾ ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അവളെ ഇടി പോത്തെ ആ തൊട്ടിൽ കിടക്കുന്നത്. അവൻ പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് അവളൊന്ന് കണ്ണു ഉറപ്പിച്ച് നോക്കിയതും അവളുടെ കണ്ണുകൾ തൊട്ടിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് പതിഞ്ഞു. അവളെ കണ്ടതും നീലിക്കുള്ളൻ ചെറു തണുപ്പിനാൽ പൊതിയപ്പെട്ടു. തന്റെ കവിളിൽ അറിഞ്ഞ എന്തിന്റെയോ ഇക്ലിപ്പെടുത്തുന്ന സ്പർശമാണ് അവളെ കുഞ്ഞിപ്പെണ്ണിൽ തിരികെ കൊണ്ടുവന്ന്. അവൾ തലചരിച്ചതും അതുവരെ അവളുടെ വലതു കവിളിൽ പതിഞ്ഞിരുന്ന അവന്റെ അധരങ്ങൾ അവിടെ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പ്രണയം നിറഞ്ഞേൽക്കുന്ന അവന്റെ ആ കറുകറുത്ത മിഴികളുടെ മാന്ത്രിക തന്നെ മൊത്തമായി വിഴുങ്ങിയേക്കുമോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. ആ തോന്നൽ പകർന്ന അനുഭൂതിയിൽ അവളുടെ കണ്ണുകളും ചുണ്ടുകളും ഒരുപോലെ വിറച്ചു. തന്റെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കാതെ പിടഞ്ഞു മാറുന്ന അവളുടെ കൺകോളങ്ങളെ കാണി അവന്റെ അധരങ്ങൾ വളരെ നേർമയോടൊന്ന് വിടരാൻ വെമ്പി നിന്നു. 3 തന്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേൾക്കെ അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ഇതും കൂടി ചേർത്ത് 3ാമത്തെ പ്രാവശ്യ ഞങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. ഈ 3 പ്രാവശ്യം ഇന്ദ്രേട്ടൻ ഞങ്ങൾക്കടുത്തുണ്ടായിരുന്നില്ല. സംശയത്തോടെ ഉറ്റുനോക്കുന്ന അവന്റെ ആ മിഴികൾക്കാണ് അവൾ അവന് വ്യക്തമായി കൊടുത്തു. ഒന്ന് പേടിച്ചിട്ടാണെങ്കിലും ഈ 3 പ്രാവശ്യവും നിങ്ങൾ എന്നിലേക്ക് തന്നെ മടങ്ങി വന്നില്ലേ? അവൻ പറയുന്നതിനൊപ്പം തള്ളവിരൽ കൊണ്ട് അവരുടെ അധരങ്ങളെ ഒന്ന് വിടർത്തിക്കൊണ്ട് അതിലേക്ക് ഉറ്റുനോക്കി. ആദ്യത്തെ 2 പ്രാവശ്യം മാത്രമേ പേടിച്ചുള്ളൂ. അവൾ തന്റെ അധരങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും മൃദുവായി പറഞ്ഞതും അവന്റെ ശ്രദ്ധ ഞൊടിയുടെ കൊണ്ട് അവളുടെ മിഴികളിലേക്കായി.
അറിയായിരുന്നു ഞങ്ങൾ എവിടെയായിരുന്നാലും ഈ ആൾ അന്വേഷിച്ചു വരുമെന്ന്. തെല്ലിയുടെ പോലും നോട്ടം മാറ്റാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളത് പറഞ്ഞ നിമിഷം ഉള്ളിൽ ഉറഞ്ഞുകൂടി അവളോടുള്ള പ്രണയത്താൽ അവന്റെ ഇടനെഞ്ചു വിറച്ചതവൻ അറിഞ്ഞു. തനിക്ക് കീഴിൽ കിടക്കുന്നവരുടെ മുഖത്തെ ഭാവവും കണ്ണുകളിലെ തിളക്കവുമെല്ലാം അവന്റെ ആ വിറലിന് ആക്കം കൂട്ടാൻ പോകുന്നവയായിരുന്നു. പുതപ്പിനാൽ പൊതിയപ്പെട്ട അവിടെ ഇളമേനിയിലെ ചൂട് തന്നിലെ പ്രണയത്തെ മുഴുവൻ കെട്ടഴിച്ചു വിട്ടേക്കുമോ എന്ന് തോന്നിയ ഒരു നിമിഷം അവൻ അവളിൽ നടന്നു മാറിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു മാറാൻ ഒരുങ്ങവേ അവളുടെ കൈ അവനെ നീക്കത്തെ തടഞ്ഞുകൊണ്ട് കഴുത്തിലൂടെ തൂങ്ങിയാടുന്ന ആ ഒറ്റ രുദ്രാക്ഷത്തിൽ വിരൽ ചുഴറ്റി അവനെ തന്റെ മേലേക്ക് വലിച്ചു ചേർത്തിരുന്നു. പെട്ടെന്നുള്ള ആ പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ അവൻ നിലകിട്ടാതെ അവളുടെ മേലേക്ക് വന്ന് വീണു. ആ നിമിഷം തന്നെ അതുവരെ അടക്കി നിർത്തിയിരുന്ന എല്ലാ ആഗ്രഹങ്ങളും കെട്ടിമുട്ടിക്കൊണ്ട് ഒരു ചുംബനത്തിന്റെ രൂപത്തിൽ അവനിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവന്റെ ചുണ്ടുകൾ ഒട്ടും അമാദിക്കാതെ അവളുടെ പനിനീർ ദളങ്ങളെ തന്റേതുമായി കോർത്തിണക്കി. കൈകൾ അവളുടെ മാറിലൂടെ ആ കഴുത്തിലേക്ക് ഓടി മറഞ്ഞു. ആ നിമിഷം എന്തോ തിരിച്ചറിഞ്ഞ പോലെ അവളുടെ രണ്ട് കണ്ണുകൾ ഒരുപോലെ മിഴിഞ്ഞു വന്നു. പക്ഷെ അവന്റെ ആ ആധരപാനത്തിന്റെ രസചരടുകളെ മുറിച്ചു മാറ്റാൻ കഴിയാത്തവണ്ണം അവൾ ഒരു നിമിഷം സ്വയം മറന്ന് അങ്ങനെ കിടന്നുപോയി. അവന്റെ അധരങ്ങളുടെ തണുപ്പ് രുചിയും അവളിലെ പ്രണയിനി അവനിൽ മാത്രമായി തളച്ചിട്ടു എന്ന് തന്നെ പറയാം. അതിന് കൂട്ടായി അവന്റെ ഇടതുകരം അവളുടെ നഗ്നമാർന്ന കൈകളിലൂടെ തോളിലേക്ക് ഇരച്ചെത്തിയതും അവളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം ആ ഇരു അധരങ്ങൾക്കിടയിൽ പെട്ട് ഞെരിഞ്ഞമർന്നു. തന്റെ പ്രാണനെ അപ്പാടെ വിഴുങ്ങുന്ന പോലെ തന്നെ ചുംബിച്ച് രസിക്കുന്നവനെ എങ്ങനെ അടക്കി നിർത്തുമെന്നറിയാതെ അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലും തലമുടിയിലുമായി മാറി മാറി അമർന്നു. കിതച്ചുയരുന്ന ശരീരത്തിന് മുകളിൽ തന്നെ അപ്പാടെ പൊതിഞ്ഞെന്നപ്പോൾ കിടക്കുന്നവന്റെ ഓരോ പ്രവൃത്തിയും അവൾക്കുള്ളിൽ ഒരു അഗ്നിവർഷം തന്നെ തീർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവനൊന്നും അറിയുന്നേ ഇല്ലായിരുന്നു. നാളിത്രയും താൻ ഏറെ കൊതിയോടെ നോക്കിക്കണ്ട ഒന്നിനെ എത്ര ഓമനിച്ചിട്ടും മതിവരാതെ അവയെ ഒരു നിമിഷത്തേക്ക് പോലും വിട്ടുമാറാൻ വിസമ്മതിച്ചുകൊണ്ട് ആ തേനാദ്രങ്ങളെ പുൽകുന്ന തിരക്കിലായിരുന്നു അവൻ. അവളോടുള്ള അവന്റെ പ്രണയവും മോഹവും എല്ലാം കൂടി ചേർന്നുള്ള ഒരു മധുരമൂറും ചുംബനമായി അത് മാറി. ആ ചുംബനവും കടന്ന് മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു പോകുന്ന തന്റെ മനസ്സിനെയും ശരീരത്തെയും അറിയെ അവൻ ആ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് പിന്മാറി. തനിക്കിരുവശവും കൈകൾ കുത്തി തന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു വെച്ച് കിതക്കുന്നവനെ അവൾ തന്റെ കിതപ്പാറ്റിക്കൊണ്ട് കണ്ണുവിടർത്തി നോക്കി. തനിക്ക് കീഴേ കിടന്ന് കുതിച്ചു വരുന്ന അവളെ കാണെ അവന്റെ നിമിഷം തന്റെ കണ്ണുകളൊന്ന് ഇറുക്കെ മൂടി. ഇന്ദ്രേട്ടാ, എന്റെ ഡ്രസ്സ്? ആൾ കിതപ്പോട് അവനോട് ചോദിച്ചു. അത് നനഞ്ഞുപോയി, ഞാനാ മാറ്റിയത്. അവൻ പറയുന്നതിനൊപ്പം അവളുടെ ചുണ്ടിൽ ഒരിക്കൽ കൂടി ഒന്ന് അമർത്തി മുത്തി. നീ? അവൻ അവളുടെ കാതിനരികിലേക്ക് തന്റെ മുഖമിഴച്ചുകൊണ്ട് വിളിച്ചതും അവളൊന്ന് വിറച്ചു. മനുഷ്യനിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എഴുന്നേറ്റ് പോയി തുണിയെടുക്കടി പോത്തെ. അവളുടെ കാതിലൊന്ന് നുണഞ്ഞു വിട്ടുകൊണ്ടാവൻ പറഞ്ഞതും അവളൊന്ന് ചിണുങ്ങി ചിരിച്ചു. ചിരിക്കലടിപ്പൂല്ലേ? അവൻ ശ്വാസം അടക്കി പിടിച്ച പോലെ പറഞ്ഞു. അവളുടെ ചിരിയലകൾ ഒന്നുകൂടി ശക്തി പ്രാപിച്ചു. ഇവള് അവനൊന്ന് പല്ലിയടിച്ച് പറയുന്നതിനൊപ്പം ആള് വിട്ടാകുന്നതുകൊണ്ട് ശരം പോലെ പുറത്തേക്ക് പാഞ്ഞു. അവന്റെ ആ പോക്ക് കാണെ അവളുടെ അധരങ്ങൾ അത്രയും മനോഹരമായി ഒന്ന് വിരിഞ്ഞു. സിംഹം. അവളുടെ ചുണ്ടുകൾ അത്രയും പതുക്കിയൊന്ന് മൊഴിഞ്ഞു. ഞാൻ അയാളെ കൊന്നോ നാഥ? തന്നെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് ചാരിയിരിക്കുന്നതിനോട് അവൾ ഒരു പിടച്ചിലോടെ ചോദിച്ചു. ഇല്ലടി, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലയുടെ വശത്തായി ഒന്ന് അമർത്തി മുത്തി. എനിക്കെന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല നിനക്ക്. എന്റെ ചോര കുടിച്ച് മതിയായിട്ടാണെന്ന് തോന്നുന്നു നീ അങ്ങേരുടെ ചോര ഊറ്റി കുടിക്കാൻ പോയത്. അവൻ അവളെ നടക്കി പിടിച്ച ആ നഗ്നമാർന്ന തോളിലേക്ക് തന്റെ താടി കുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ആ സംസാരം കേൾക്കെ അവൾ അവനെയും തലയരിച്ച് കണ്ണൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കില്ലെന്റെ പൊന്നെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. അയാളിനി എന്താ ചെയ്യാ? കൊല്ലും. ഉറച്ച ശബ്ദത്തിൽ ഒട്ടും പതരാതെ അതിനുള്ള ഉത്തരം പറഞ്ഞവനെ അവളൊന്ന് പിടപ്പോടെ നോക്കി. നാഥ, പേടിക്കണ്ട, ആ കർമ്മം ഒരിക്കലും ഞാൻ ചെയ്യില്ല. അതിന് ഏറ്റവും അർഹതയുള്ള ആളുകൾ വേറെയുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. അത് കേൾക്കെ അവളുടെ നെറ്റിയൊന്ന് ചുഴിഞ്ഞു. അതാരാ? 1 ഇന്ദ്രൻ, 2 എന്റെ മാമ, ഓമക്കൽ കോവിലത്തെ ചന്ദ്രഹാസ വൈദ്യരുടെ മകൻ വ്യാസവർദ്ധൻ. അവൻ പറഞ്ഞതും അവളിലെ സംശയം കുറച്ചുകൂടി ഉയർന്നു. അവളുടെ കണ്ണുകൾ ബാക്കിയറിയാനെന്ന പോലെ അവൻ ആകാംക്ഷയോട് ഉറ്റുനോക്കി. 25 വർഷം, കഴിഞ്ഞ 25 വർഷം ആ മനുഷ്യൻ ഒറ്റക്കുരുക്കി ജീവിച്ച ജീവിതം അത് അങ്ങേർക്ക് സമ്മാനിച്ച അയാളാ, നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പി. അത് പറയുമ്പോൾ അവന്റെ ചുണ്ടൊന്ന് പുച്ഛത്താൽ കൂടി. അന്ന് അയാൾ ഇല്ലാതാക്കിയ ജീവനുകളിൽ ഒന്ന് എന്റെ മാമയുടെ പ്രാണനായിരുന്നു. ചന്ദ്രമംഗലത്തെ ചെറിയ തമ്പുരാട്ടിയുടെ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും മുഴുവൻ നിറവായിരുന്നവൻ വ്യാസവർദ്ധൻ. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പൊലിഞ്ഞുപോയ പ്രണയകാവ്യങ്ങളിൽ ഒന്ന് ഇന്ന് അവർക്ക് സ്വന്തമാണ്. തപസ്വിക്കും വ്യാസവർദ്ധനും അതിന്റെ അവശേഷിപ്പെന്ന പോലെ ബാക്കിയായ തന്റെ ജീവിതം ജീവിച്ച് തീർക്കുക ഇന്നും അങ്ങേര്.
ചന്ദ്രമംഗലത്തെ ഐശ്വര്യദേവതയെ മോഹിച്ച ഓമക്കൽ കോവിലത്തെ തലതെറിച്ച കൊച്ചുതമ്പുരാൻ വ്യാസവർദ്ധൻ. നോവാർന്നൊരു ചിരിയോടെ മേഘൻ പറഞ്ഞു നിർത്തിയതും ദുർഗയുടെ കണ്ണുകൾ കേട്ട കാര്യത്തിന്റെ കൗതുകത്തിലൊന്നും ഇഴിഞ്ഞുപോയി. പ്രിയപ്പെട്ട മഹാനുഭാവരായ നാട്ടുകാരെ, ഇരണ്ടത്തറ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉറിയടി മത്സരത്തിന് ഇവിടെ സമാപനം കുറിച്ചുകൊണ്ട് അടുത്തതായിട്ട് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് നമ്മൾ ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നാരായണമംഗലത്തിന്റെ അഭിമാനമായ രണ്ട് ചുണക്കുട്ടന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അത്യുഗ്രൻ പോരാട്ടമായിരിക്കും. ആ പോരാട്ട വീര്യത്തിന് ആർജവം പകരുവാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഓരോരുത്തരെയും എൻ്റെ പേരിലും മറ്റു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാധവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവിടെയെങ്ങും കയ്യടിയും കൂക്കിവിളിയും മുഴങ്ങി തുടങ്ങി. ശ്രദ്ധിക്കുക, ഒരറിയിപ്പുണ്ട്. ചായക്കട നടത്തുന്ന കുട്ടനായര് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലേണ്ടതാണ്. അവിടെ മകളോ ഒറ്റക്കാണ്. മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ അനൗൺസ്മെന്റ് കേട്ടതും അതുവരെ ബലൂൺ വീർപ്പിച്ചിരുന്നിരുന്ന രാഹുലിന്റെ കണ്ണൊന്ന് വിടർന്നു. അത് ശരി, എന്റെ രേവുമോൾ അവിടെ ഒറ്റക്കായിരുന്നോ? ഏട്ടനിതാ വരുന്നടി. രാഹു പറഞ്ഞുകൊണ്ട് കയ്യിലെ ബലൂൺ വലിച്ചെറിഞ്ഞ് മുണ്ടു മുറുക്കിയോട് നടക്കാൻ ഒരുങ്ങിയതും. എങ്ങോട്ടാ? അവന് മുന്നിലേക്ക് ആയിരുന്നു കാര്യഭാവത്തിൽ ചോദിക്കുന്ന രുദ്രനെ കാണേ അവനൊന്ന് പല്ലടിച്ചോണ്ട് വിളിച്ചു കാണിച്ചു. അതി കളിക്കാതെ ആ ഊട്ടുപല്ലോട്ട് ചെന്നാട്ടെ. അവിടെ ചെന്ന് ആ സാമ്പാറിൽ രസത്തിൽ ഒഴിക്കാനുള്ള പുളിവെള്ളം പിഴിയാൻ നോക്ക്. തന്നെ നോക്കി കളിക്കുന്നവനെന്ന് പുച്ഛിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അടുത്ത നിമിഷം അവന്റെ ഭാവം മാറിയിരുന്നു. ഡാ കൊച്ചെറുക്ക, നിന്റെ ഏട്ടൻ ജയകർ എന്നെ മൂപ്പിക്കുന്ന പോലെ നീ മൂപ്പിക്കാൻ വരല്ലേട്ടാ. ഒടിച്ചു നുറുക്കി അടുപ്പിലിട്ട് ഞാൻ പറഞ്ഞേക്കാം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നടന്നീങ്ങാൻ ഒരുങ്ങിയതും രുദ്രൻ വീണ്ടും അവനെ നീക്കി തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് കയറിന്നിരുന്നു. ഇനി എന്താണ് കോപ്പ നിനക്ക് വേണ്ടത്? രാഹു തന്നെ ദേഷ്യം നിയന്ത്രിക്കാനെന്നപ്പോൾ പല്ലൊന്ന് കടിച്ചു മുരണ്ടുകൊണ്ട് അവനോട് തിരക്കി. നിങ്ങളെ രേവുവിനെ കാണാനുള്ള പോക്കായിരിക്കുമല്ലേ? ആണെങ്കി പോക്ക് വെറും പോക്കാവേ ഉള്ളൂ. അവളെ തന്തപ്പിടി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അങ്ങേന്റെ അടുത്തൊന്ന് മോന്ത കയറുകൊണ്ടേ തീരുന്നാണെങ്കിൽ ആള് വിട്ടോ. ആൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആവേശം മടക്കി കുത്തിയ മുണ്ട് രാഹു അഴിച്ചിട്ടിരുന്നു. അല്ലേലും അത് അങ്ങനെയാ. എനിക്ക് മാത്രം എന്താ ദൈവം എപ്പോഴും ഇങ്ങനെ ഓരോന്ന് അടി കയറി വരുന്നത്. ആൻ സ്വയം പിറുപിറുത്തുകൊണ്ട് ഊട്ടുവരെ ലക്ഷ്യം വെച്ച് നടന്നു. രുദ്ര അത് നോക്കി ചിരിയോടെന്നവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ആളുടെ ശബ്ദം അവിടെ ഉയർന്നു. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തനിക്കരികിലേക്ക് ധൃതിയിൽ നടന്നെടുക്കുന്ന ദുർഗയെയും നീലയുമാണ്. എന്താ എടുത്തി? തനിക്കരികിലേക്ക് ധൃതിയിൽ വന്നിന്നവളെ നോക്കിക്കൊണ്ട് അവൻ തിരക്കി. നിന്റെ ഏട്ടൻ എവിടെയാടാ? ഏട്ടെന്തോ ആ കമ്മിറ്റി ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലുണ്ടായിരുന്നല്ലോ. എന്താ എടുത്തി? അവൻ ചോദിക്കുന്നതിനൊപ്പം നീലയുടെ കയ്യിലിരുന്ന കൽക്കണ്ടെന്ന് പറയുന്ന കുഞ്ഞിപ്പെണ്ണിനെ തന്റെ കയ്യിലേക്ക് വാങ്ങി. ഒന്നുമില്ല, അങ്ങയുടെ മലയുദ്ധം തുടങ്ങാറായില്ലേ? അതാ മല്ലന്മാരെണ്ണയൊന്നും കാണാലോ എന്ന് കരുതി ഇറങ്ങിയതാ ഞങ്ങള്. അതാണോ? എന്നാൽ രണ്ടുപേരും നേരെ ഞാൻ പറഞ്ഞിടത്തേക്ക് വിട്ടോ. രണ്ട് മല്ലന്മാർ അവിടെ കാണും. മിക്കവാറും രണ്ടും തമ്മിലിപ്പോഴേ പൊട്ടലും ചീറ്റിലൊക്കെ തുടങ്ങിക്കാണും. രുദ്ര ഇതിനുമ്പോഴുള്ള മത്സരദിനങ്ങളുടെ ഓർമ്മയിൽ അവർ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാം. നീ മോളെ നോക്കിയേക്കണേടാ. ദുർഗ പറഞ്ഞുകൊണ്ട് നീലിയുടെ കയ്യും പിടിച്ച് ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് ലക്ഷ്യം വെച്ച് നടന്നു. രണ്ടുപേരും തമ്മിൽ വഴക്കാവൂ ചേച്ചി? അങ്ങോട്ട് നടക്കുന്നതിനിടെ നീലി ദുർഗയോട് ചോദിച്ചു. ഇതിനു മുമ്പ് അവർ തമ്മിൽ നടന്ന മത്സരങ്ങളൊക്കെ നീ കണ്ടിട്ടുണ്ടോ? അവളുടെ ആ ചോദ്യം കേൾക്കെ ദുർഗ മുന്നോട്ട് നടക്കുന്നതിനിടെ തനിക്കൊപ്പം നടക്കുന്നവളെ നോക്കി തിരക്കി. എനിക്കതിനെ പറ്റി കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോണേ. എല്ലാവരും പറയുന്ന എല്ലാ പ്രാവശ്യവും മയ്യേട്ടനാണ് ജയിക്കാറെന്നാ. അതിൻ്റെ ദേഷ്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ദ്രേട്ടൻ മയ്യേട്ടൻ ഒരു പ്രാവശ്യം എന്തായാലും തോൽപ്പിക്കുന്ന വെല്ലുവിളിച്ചെന്ന് മറ്റൊക്കെയാ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊരിഞ്ഞടി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. നീലി പറഞ്ഞുകൊണ്ട് നേരെ നോക്കി കാണുന്നത് കൈകൾ പിടിച്ചിരിക്കുന്ന വാളിൽ തെളിഞ്ഞു കാണുന്ന സ്വന്തം പ്രതിബിംബത്തിൽ നോക്കി മീശയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന മേഘനെയും അതിനടുത്ത് നിന്ന് അല്പം മാറിയുള്ള തിട്ടയിലേക്ക് കയറിയുന്നു മാംഗോ ഫ്രൂട്ടി ആസ്വദിച്ച് കുടിക്കുന്ന ഇന്ദ്രനെയുമാണ്. അയ്യേ, വലിയ ഡയലോഗ് അടിച്ച് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നിട്ട് കൺമുമ്പിൽ കണ്ട കാഴ്ചയാണ് രണ്ടുപേരുടെയും വായിൽ നിന്ന് ഒരുപോലെ വന്ന അതാണ്. തമ്പുരാൻകുട്ടി, ഒരു ഫ്രൂട്ടി കൂടി എടുക്കട്ടെ? അതിൽ അവസാന തുള്ളിയും വലിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും കാലിയായ ഫ്രൂട്ടി പാക്കറ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് മേപ്പോട്ട് വലിക്കുന്നവനെ കാണെ അവനരിയിലേക്ക് വന്നുകൊണ്ട് കമ്മിറ്റിക്ക് ഒരാൾ തിരക്കി. വേണ്ട, അവൻ പറഞ്ഞുകൊണ്ട് ആ പാക്കറ്റ് ചുളുക്കി കൂട്ടി വലിച്ചെറിഞ്ഞു. എടോ, ഇന്ദ്രനിൽ നിന്ന് മറുപടി വന്നു. അവനരികിൽ നിന്ന് പോകാനൊരുങ്ങിയ കമ്മിറ്റിക്കാരനെ തടഞ്ഞിരുത്തിക്കൊണ്ട് മേഘന അയാളെ വിളിച്ചു. എന്താ ചെറിയമ്പുരാനെ, എന്റെ മീശയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? അവൻ വാളിൽ കാണുന്ന പ്രതിബിംബത്തിൽ നിന്ന് കണ്ണു മാറ്റാതെ ഓരോ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് അയാളെ നോക്കി തിരക്കിയതും അയാൾ അയ്യേ എന്ന മട്ടിൽ അവനെ നോക്കി. എന്ത് കുഴപ്പ തമ്പുരാൻകുട്ടി? അയാൾ ആ ബാവുളിൽ മറച്ചുകൊണ്ട് അടുത്ത നിമിഷം വിനയകുലീനനായി അവനോട് തിരക്കി. എന്തോ ഒരു ഏറ്റക്കുറച്ചിൽ പോലെ. നല്ല ഏറ്റക്കുറച്ചിലുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വാളിൻ തുമ്പിൽ ഇരിക്കാനുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല.
ഇന്ദ്രനൊന്ന് ചുണ്ടോട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രനൊന്ന് ചുണ്ടോട്ടി പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന കപ്രണ്ടി വാരി ഓരോന്നായി വായിലേക്ക് ഇട്ടു. ആരുടെ മീശയെ കാറ്റി പറക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാടാ. മേഘൻ പറഞ്ഞുകൊണ്ട് അവനെ ചെറിഞ്ഞു നോക്കി. അത് കാണാനും മാത്രമൊന്നുമില്ല. നിന്റെ ഈ എലിമീശ ഞാൻ കാറ്റി പറത്തില്ലെങ്കിൽ എന്റെ പാതിമി ഇന്ദ്രേട്ടാ. അവൻ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുന്നേ നീലിയുടെ ശബ്ദം വെപ്രാളത്തോടു കൂടി അവന് നേർക്ക് ഉയർന്നു. പറയാൻ വന്ന് പാതിൽ നിർത്തിക്കൊണ്ട് ആ മുന്നിലേക്ക് നോക്കിയതും കാണുന്നത് തങ്ങൾക്കരികിലേക്ക് ധൃതിയിൽ നടന്നെടുക്കുന്ന തങ്ങളുടെ ശ്രീമതികളെയാണ്. അങ്ങോട്ട് മാറിക്കിടൂ, ബാക്കി എന്റെ കെട്ടിയോട് നോക്കി പറഞ്ഞോളൂ. മേഘൻ തനിക്ക് മുമ്പിൽ ആളെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി പറഞ്ഞു. അയാൾ അരുതാത്ത എന്തോ കേട്ട പോലെ അവനെ കണ്ണുമിഴിച്ച് നോക്കി. ബൊമ്മി. തനിക്കരികിലേക്ക് വന്നവളെ നോക്കി അവൻ ചിരിയോടെ വിളിച്ചു. കുമ്മി, ഇങ്ങോട്ട് വാടോ മനുഷ്യ. ആളവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് അവന്റെ കൈയും പിടിച്ചൊരു സൈഡിലേക്കായി മാറി നിന്നു. എന്താടി? തനിക്കരികിലേക്ക് വെപ്രാളത്തോടെ നടന്നെത്തിയവളെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു. വായിൽ തോന്നുന്നു വിളിച്ചു പറയാൻ പോയിട്ട് സിനിമ ചോദിക്കാൻ നോക്ക്, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ആൾ മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ഉള്ളിൽ ഞൊടിഞ്ഞു. എന്താടി നീ എന്തിനാ തുറച്ചു നോക്കുന്നത്? ആളുടെ ആ നോട്ടം കാണാൻ ഇന്ദ്രനൊന്നും പരിങ്ങെങ്കിലും അതൊട്ടും തന്നെ വെളിയിൽ കാട്ടാതെ ഗൗരവം നടിച്ചുകൊണ്ട് അവളോട് തിരക്കി. ദൈവത്തെ ഓർത്ത് വേണ്ടാത്ത വെല്ലുവിളികളൊക്കെ നടത്തി വെറുതെ ഉള്ള കോലം കളഞ്ഞ് കുളിക്കില്ലേ ഇന്ദ്രേട്ടാ? ആളൊരു അപേക്ഷയുടെ രൂപത്തിൽ അവർ നോക്കി പറഞ്ഞു. അവൻ അവളെ നിന്ന് കണ്ണൂർപ്പിച്ച് നോക്കി. അപ്പൊ ഞാൻ തോക്കുന്നാണോ നീ പറഞ്ഞിരുന്നത്? അവനാൾ നോക്കി ഒറ്റപ്പുരികം പൊക്കിയോട് ചോദിച്ചു. നിങ്ങൾ തോറ്റാലും ജയിച്ചാലും എനിക്ക് നിങ്ങളെന്റെ ഭർത്താവിനല്ലേ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ കേവലം ഒരു മത്സരത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ പാതി മീശയൊക്കെ എടുക്കുന്ന വെല്ലുവിളിയൊക്കെ നടത്തുന്നത് എന്തിനാ? ആൾ അവനെ നോക്കി ദയനീയമായി ചോദിച്ചു. അപ്പൊ ഞാൻ ജയിച്ചാലും തോറ്റാലും നിനക്കൊന്നുമില്ലേ? ജയിച്ചാൽ സന്തോഷം, തോറ്റ ആ തോൽവി എന്നെ കെട്ടിയവനെ അറിയിക്കുന്നതാണെങ്കിൽ അതും സന്തോഷം. ആളൊരു ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ ഒന്ന് കണ്ണുവിടത്തി നോക്കി. നാളിത്രയായിട്ടും തന്നോട് ആരും പറയാത്ത വാക്കുകളാണ് അവൾ പറഞ്ഞെന്നോർക്കെ അവന് ഉള്ളമൊന്ന് കുളിർന്നു. എന്താ ഇങ്ങനെ നോക്കണേ? അവന്റെ കണ്ണെടുക്കാതെയുള്ള നോട്ടം കാണേ ആളൊരു പതറിലോടെ അവനോട് തിരക്കി. ഇന്നത്തോടെ ഉത്സവം കഴിയും, നാളെ ആറാട്ടായി. അവൻ പറഞ്ഞു. ആളൊരു പിടച്ചിലോടെ അവനെ മുഖമുയർത്തി നോക്കി. എന്താ? ആളൊരു വിക്കലോടെ അവനോട് തിരക്കി. നാളെ ആറാട്ടാണെന്ന്. അവൻ പറയുന്നതിനൊപ്പം ഒന്ന് കൈകൾ മേലോട്ട് ഉയർത്തി ഞെളിഞ്ഞതും ആളിലെ പിടപ്പ് കൂടി വന്നു. ഞാൻ പോട്ടെ, മത്സരിപ്പ് തുടങ്ങില്ലേ? ആൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങാൻ ഒരുങ്ങിയതും അവന്റെ കൈ അവിടേതിൽ മുറുകിയിരുന്നു. എന്താ? ആൾ ചുറ്റിനൊന്ന് കണ്ണു വായിച്ചുകൊണ്ട് അവനോട് തിരക്കി. എന്ത്? അവൻ കൂസലേതും കൂടാ പറഞ്ഞുകൊണ്ട് ആളുടെ കൈ പിടിച്ച് തനിക്കരിയിലേക്ക് വലിച്ചു. നടക്കൂല ഭാര്യ, നടക്കൂല. ആ കോശവൻ ദേവേന്ദ്രനെ അങ്ങനെ അങ്ങ് ജയിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കൂല. അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് മേഘന്റെ ശബ്ദം അവിടെ ഉയർന്നു. അവന്റെ ആ സംസാരം കേൾക്കെ അതുവരെ ശൃംഗാരഭാവത്താലായിരുന്നവൻ പെട്ടെന്നാണ് രൗദ്രഭാവം കൈക്കൊണ്ടത്. അവന്റെ കൈ കൊണ്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഞാനിതിലെ മുണ്ടുടുക്കം. അവൻ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുമ്പേ ആളവന്റെ വായവത്തി. ദൈവത്തെ ഓർത്ത് വിടുവായത്തൊന്നും വിളിച്ച് പറയില്ലേ മനുഷ്യ. ആളവനോട് കെഞ്ചി. നിനക്കിപ്പോ എന്നോട് തീരെ സ്നേഹമില്ലേട്ടോടി യക്ഷിക്കുഞ്ഞ്. ആന്നെ വായി മൂടിയിരിക്കുന്ന അവളുടെ കൈയെടുത്ത് മാറ്റി അതിൽ നിന്ന് അമർത്തിമുത്തിക്കൊണ്ട് പറഞ്ഞു. ആളൊന്ന് കണ്ണുമിഴിച്ചുകൊണ്ട് ചുറ്റിനും പാളി നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി നീലാംബരി എഴുതുന്ന വളരെ മനോഹരമായിട്ടുള്ള ക്രഷ് എന്ന കഥ ഉടൻ ആരംഭിക്കുന്നതാണ്. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ക്രഷ് ആരംഭിക്കുന്നതാണ്. താങ്ക് യു.